ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അവലുകൊണ്ടുള്ള ഉപ്മാവാണ്. ഇത് പറ വെച്ച അവലായിരുന്നു കേട്ടോ. ആ അവലുകൊണ്ടാണ് ഉപ്മാവ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റുള്ള ഉപ്മാവാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോവാം. ഞാൻ ഈ കപ്പിൽ ഒരു 100 ml കപ്പാണ്. അതിൽ 2 കപ്പ് അവലാണ് കേട്ടോ എടുത്തത്. ഇതാ അവൽ നോക്കൂ, ഇതേപോലത്തെ അവലാണ്. ഇനി നമുക്ക് 2 കപ്പ് അവൽ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം വെള്ളമൊഴിക്കുക. നല്ലോണം വെള്ളമൊഴിച്ച് അവിലൊന്ന് നമുക്ക് കഴുകിയെടുക്കണം. അതിനായിട്ട് നല്ലോണം വെള്ളമൊഴിച്ച് ഒരു പ്രാവശ്യം ഒന്ന് കൈ കൊണ്ട് വല്ലാണ്ട് ഇങ്ങനെ അമർത്തി പൊടിക്കാണ്ട് കഴുകിയെടുക്കുക. വെള്ളം നല്ലോണം വാറ്റിക്കളയാം കേട്ടോ. വെള്ളം നല്ലോണം പോയി. ഇനി നമുക്ക് അതൊന്ന് അടച്ച് ഒരു ഭാഗത്ത് വയ്ക്കാം. അവല് റെസ്റ്റ് ചെയ്യാൻ വെച്ചു. ഇനി ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു സവോള വലുത്, ഒരു 3 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, അതാണ് എടുത്തു വെച്ചത്. പിന്നെ കുറച്ച് കപ്പലണ്ടി ഇടുന്നുണ്ട് കേട്ടോ. ഒരു 4 ടേബിൾ സ്പൂൺ കപ്പലണ്ടി എടുത്തു വെച്ചിട്ടുണ്ട്. 1 സ്പൂൺ ഉഴുന്ന് പരിപ്പ്, 1 സ്പൂൺ കടുക്, ഒരു വറ്റൽമുളക്, ഇത് വറുത്തിടാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ അവല് കഴുകി വെച്ച അവല് നല്ല പാകമായി നല്ലോണം കുതിർന്നു. കണ്ടു, ഇങ്ങനെ ഒറ്റയ്ക്ക് വരുന്നുണ്ട്. നല്ലോണം കുതിർന്നിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് വറുത്തിടാം. അപ്പോൾ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. വെളിച്ചെണ്ണയിലാണ് ഉപ്മാവ് സ്വാദ് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് അതിലേക്ക് കപ്പലണ്ടി ഇട്ട് ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ കപ്പലണ്ടി മൂക്കുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഒരു 5 മിനിറ്റ് ഇളക്കി കപ്പലണ്ടി മൂപ്പിക്കുക. കപ്പലണ്ടി മൂത്ത് തുടങ്ങി അങ്ങനെ പൊട്ടും. അപ്പോൾ നമുക്ക് അതിൻ്റെ പാകം അറിയാം. വറുത്ത കപ്പലണ്ടി ഇപ്പോൾ വീട്ടിലിരിക്കുന്നുണ്ടെങ്കിൽ അത് ചേർത്താലും മതി കേട്ടോ. അത് നമ്മൾ ഉപ്മാവ് ഉണ്ടാക്കിയതിന് ശേഷം ഇതേ കൂടെ വെതറി കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ കപ്പലണ്ടി പാകമായിട്ടുണ്ട്. നമുക്ക് വാങ്ങിയെടുക്കാം. വാങ്ങിയെടുത്തതിന് ശേഷം അതേ എണ്ണയിൽ തന്നെ ഉപ്മാവ് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ വറ്റൽമുളക് ഇട്ട് കൊടുത്തു. ഇതാ ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുത്തു. ഉഴുന്നുപരിപ്പ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഉഴുന്നുപരിപ്പ് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഈ കടുക് ഒന്ന് ഇളക്കി കൊടുത്ത് കടുക് ഒന്ന് പൊട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ചിയും പച്ചമുളകും അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ, അത് ആദ്യം ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും പച്ചമുളകും ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം നല്ലോണം. ഇഞ്ചി പച്ചമുളകും മൂത്ത് കഴിഞ്ഞാൽ നമ്മൾ അരിഞ്ഞു വെച്ച സവോള ഇട്ട് കൊടുക്കുക. ഈ സവോള ഒന്ന് മൂപ്പിക്കണം. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. നല്ല ബ്രൗണൊന്നും ആവണ്ട, എങ്കിലും ഒരുവിധം വാടണം. അതിന് വേണ്ടിയിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക കേട്ടോ. നമുക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഈ കറിവേപ്പില ചേർത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ചേർക്കാം. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. നല്ല മുളക് പൊടിയാണ് ചേർത്തത്. മുളക് പൊടി നിങ്ങൾ എരിവനുസരിച്ച് ചേർത്ത് കൊടുക്കണം. കാരണം നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എരിവ് നോക്കിയിട്ട് മുളക് പൊടി ചേർക്കാം കേട്ടോ. അപ്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടി മൂക്കുന്നവരെ കുറച്ച് നേരം ഇളക്കിയതിന് ശേഷം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നല്ലോണം ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ കഴുകി വെച്ച് അവിലിട്ട് കൊടുക്കുക. ഇപ്പോൾ അവിൽ ചേർത്ത് കൊടുത്തു. അപ്പോൾ നമ്മൾ അവിൽ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യണം. നമ്മുടെ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും എരിവും ഒക്കെ എല്ലാ ഭാഗത്തേക്കും പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. നല്ലോണം ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 5-6 സ്പൂൺ വെള്ളം എന്ന് പറഞ്ഞാൽ 2 പിടി വെള്ളം ആയിട്ട് നമുക്കൊന്ന് നല്ലോണം ഒന്ന് തെളിച്ച് കൊടുക്കണം കേട്ടോ. 2 പ്രാവശ്യമായിട്ട് തെളിച്ച് കൊടുത്തോളൂ. അപ്പോൾ നമ്മുടെ അവലിൽ ആ മോയ്സ്ചർ അങ്ങനെ നിലനിൽക്കും, വല്ലാണ്ട് ഡ്രൈ ആവില്ല. ഇനി നമുക്ക് കപ്പലണ്ടി വറുത്തും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഉപ്മാവ് അതിൻ്റെ മെയിൻ പണിയൊക്കെ കഴിഞ്ഞു. ഇനി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഒരു 2 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കാം. 2 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കുക. അപ്പോൾ സ്റ്റവ് സിമ്മിൽ വയ്ക്കുക. 2 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ഉപ്മാവ് തയ്യാറായി. ഇപ്പം നമ്മുടെ ഉപ്മാവ് തയ്യാറായിട്ടോ. നല്ലോണം അതിൽ ഉപ്പും മുളകൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ടാവും. ഇത് നല്ല ചൂടോടെയാണ് നല്ല സ്വാദ്. ഇനി ലാസ്റ്റ് നമുക്ക് ഒരു അരമുറി നാരങ്ങ ഇരിപ്പുണ്ടെങ്കിൽ അരമുറി നാരങ്ങയുടെ നീരൊഴിച്ച് കൊടുത്താൽ നല്ല ടേസ്റ്റ് വരും. അത് ഓപ്ഷനിൽ മാത്രമാണ്. നാരങ്ങ ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. നല്ല സ്വാദാണ് ഈ ഉപ്മാവ്. ഉണ്ടാക്കാനാണെങ്കിൽ വളരെ ഈസിയാണ്. അപ്പോൾ നമ്മുടെ ഉപ്മാവ് തയ്യാറായി. എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയണം കേട്ടോ.
പിന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യണം, എല്ലാവരും ഷെയർ ചെയ്യണം, അതുപോലെ എല്ലാവരും കമൻസും എഴുതണം കേട്ടോ. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം. താങ്ക് യു.